സോ ദ ഗ്രേറ്റ് ഇറ്റാച്ചി ഉച്ചിക. ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോഴേക്ക് തന്നെ നറൂട്ടോ ഫാൻസിൽ പല ആൾക്കും പല രീതിയിലുള്ള വിഷമങ്ങൾ വരും. കാരണം നറൂട്ടോനെക്കാട്ടും കൂടുതൽ ഫാൻസ് ബേസ് ഒരു പക്ഷേ ഇറ്റാച്ചിക്ക് ഉണ്ടാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. ബിക്കോസ് ഈ ഒരു ക്യാരക്ടർ അതിമനോഹരമായിട്ടാണ് നിങ്ങളെ ഓരോ ആളെയും മാനിപ്പുലേറ്റ് ചെയ്തത്. ഒരു ദിവസം കൊണ്ട് തന്റെ സ്വന്തം ക്ലാനിനെ മൊത്തം ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞ് ചുരുക്കി കളയാനുള്ള ഒരു കാര്യമല്ലാതെ ആ ഒരു ക്ലാനിന്റെ അകത്ത് എത്രയേറെ കുട്ടികളുണ്ടായിരുന്നേനെ. സ്വന്തം അനിയനെ അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാ കുട്ടികളെയും കൊല്ലാൻ അയാൾ കാണിച്ച ഒരു മനസ്സുണ്ട്. അതേപോലെ തന്നെ സ്വന്തം പിതാവിനെ, സ്വന്തം മാതാവിനെ അവരുടെ അനുവാദം കൊണ്ട് അനിയൻ വരുന്നതിന് മുന്നേ തന്നെ ഇല്ലാണ്ടാക്കുക. ഇതും വരാണ്ട് എത്രയോ ഗർഭിണികൾ ഇവരെയൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാക്കിയവനല്ലേ ഇറ്റാച്ചി ഉച്ചിക. എന്നിട്ടും ഒരു പറ്റം സമൂഹം ആ ഇറ്റാച്ചിയെ ഒരു ഹീറോ ആയിട്ടാണ് കാണുന്നത്. ഫോർത്ത് ഗ്രേറ്റ് നിഞ്ച വാറിന് ശേഷവും ദ ഹീറോ ഓഫ് ദ വാർ എന്നറിയപ്പെട്ടതും ഇറ്റാച്ചിയാണ്. സോ ഈ ചെയ്തു വെച്ച കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലേ. പിന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടറാണ് സാക്കുറ. ഈ സാക്കുറേനേക്കാളും വെറുക്കപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ഇറ്റാച്ചി എന്നാണ് എന്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിനെ വിലയിരുത്തിയിട്ട് ഞാൻ കാണുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് കമന്റ് ബോക്സിലിട്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഭാഗമാണോ എന്റെ ഭാഗമാണോ ശരിയെന്ന്. സോ ദ റിയൽ ഇറ്റാച്ചി ഫാൻസ് ബി റെഡി. ഇറ്റാച്ചി എന്ന വില്ലനെ അല്ലെങ്കിൽ ഇറ്റാച്ചി എന്ന പപ്പറ്റിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ആദ്യത്തെ പോയിന്റ്, സ്വന്തം ക്ലയന്റിനെ ഒരു രാത്രി കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കുക. ഇത് തന്നെയാണ് ഇറ്റാച്ചി ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. രണ്ടാമത്, തന്റെ അനിയനെ ഒരുപാട് സൗഭാഗ്യങ്ങളോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് സന്തോഷങ്ങളോടുകൂടി അച്ഛനും അമ്മേന്റെയും കൂടി ജീവിക്കേണ്ട അനിയനെ അനാഥനാക്കുക. അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് ജീവിച്ച് കഷ്ടപ്പാടുകളും സങ്കടങ്ങളും അതിജീവിക്കുന്നത് ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കുന്ന ഒരു ഇറ്റാച്ചി. മൂന്നാമത്തെ പോയിന്റ്, ലീഫിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഷിനോബികളിൽ ഒന്നായിട്ടുള്ള ഡെൻസോയെ ഹെൽപ്പ് ചെയ്യുക. അതേ ഡെൻസോന് വേണ്ടി ചാരപ്പണിയെടുക്കുക. പിന്നെ എല്ലാവരും മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത ഇറ്റാച്ചി. മഴ വരുമ്പോൾ മഴയത്ത് കരഞ്ഞാൽ മറ്റുള്ളവർ കാണില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഇറ്റാച്ചി. സോ ഇറ്റാച്ചിയുടെ സാക്രിഫൈസ് ഒക്കെ 100% പ്യുവർ ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് പേരെ കഷ്ടപ്പാടിന്റെയും ഒരുപാട് പേരെ അതിന് മുകളിലേക്ക് തള്ളിയിട്ട ഇറ്റാച്ചി എങ്ങനെയാണ് സാക്രിഫൈസിന്റെ ഹീറോയെ മാറിയത്? അത്രമാത്രം ഇന്റലിജന്റ് ആയ ഇറ്റാച്ചി എന്തുകൊണ്ടാണ് വേറെ ഒരു മാർഗവും കണ്ടുപിടിക്കാതെ ജസ്റ്റ് തന്റെ എല്ലാവരെയും കൊന്നുകളയുക എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെട്ടത്? അക്കസുക്കിൽ ചേർന്നത് മാത്രമല്ല, ടെയിൽ ബീസിന് വേണ്ടിയിട്ട് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചിജുരിക്കകളെയും കൊല്ലുക അല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കുക. സോ ഇതും നിങ്ങളുടെ ഇറ്റാച്ചി ഉച്ചിക തന്നെയാണ് ചെയ്തത്. ഓൾ ടുഗദർ ഹി വാസന്റ് എ ഹീറോ, ഹി വാസ് ജസ്റ്റ് എ ട്രാജഡി ഇൻ ദ എൻറ്റയർ ആനിമെ ഹിസ്റ്ററി. സോ ഒരു നോർമൽ ഫാൻ എന്ന രീതിയിൽ എനിക്ക് എപ്പോഴും ഉള്ള ഡൗട്ട് ആയിരുന്നു, ഇറ്റാച്ചി എന്തുകൊണ്ടാണ് പല ഓപ്ഷൻസ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഗൻജൂസ് തന്നെ യൂസ് ചെയ്തുകൂടെ? അത്രമാത്രം വലിയ ഗൻജൂസ് യൂസർ അല്ലേ? എന്നിട്ടും ഇത്രയും അധികം ആളുകളെ ഒരു രാത്രി കൊണ്ട് ഇല്ലാണ്ടാക്കാനുള്ള കാരണം? ഇതൊക്കെ പോട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്വന്തം അനിയനെ മാത്രം അവിടെ വിട്ടുവെക്കുക, ബാക്കിയുള്ള കുട്ടികളെയൊക്കെ കൊല്ലുക. അല്ലെങ്കിൽ ഒരു പറ്റും സ്ത്രീകളുണ്ടായിരുന്നിരിക്കില്ലേ, അവരെന്തുകൊണ്ട് വിട്ടുവെച്ചില്ല? എന്തുകൊണ്ട് അനിയൻ മാത്രം വിട്ടുവെച്ചു? ഈ ഒരൊറ്റ ഇൻസിഡന്റോട് കൂടി തന്നെ നമുക്ക് മനസ്സിലാകുന്നല്ലേ എന്തുമാത്രം സ്വാർത്ഥനാണ് ഇറ്റാച്ചി എന്നത്. നമുക്കെല്ലാം അറിയാം സാസ്കെ കടന്നുപോയിട്ടുള്ള രീതി, അല്ലെങ്കിൽ സാസ്കെ തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കഷ്ടപ്പാട്. ഇതൊന്നും സാസ്കെ ചെയ്ത കുറ്റമേ ആയിരുന്നില്ല. ഇറ്റാച്ചിയുടെ മനോബലമില്ലായ്മ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ചലിക്കപ്പെട്ട ഇറ്റാച്ചി കാരണം ഉണ്ടായ ദുരനുഭവങ്ങളാണ് നമ്മുടെ സാസ്കയുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ കാരണം. അതുപോലെ തന്നെ ഇറ്റാച്ചി തന്റെ അച്ഛനും അമ്മയും കൊല്ലാവുന്ന ടൈമിന് അവര് സ്വയമേ നീ എന്നെ കൊന്നോ എന്ന് പറഞ്ഞ് മാറിക്കൊടുക്കുകയല്ല ചെയ്തത്. സോ ഇറ്റാച്ചിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ആ ഒരു സന്ദർഭത്തിൽ നേരിട്ടിട്ടില്ല. അങ്ങനെയുള്ള ഇറ്റാച്ചി ആദ്യമേ പോയി കാര്യങ്ങൾ വേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായും എതിർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാനെ തന്നെ ഇല്ലാണ്ടാക്കേണ്ട ആവശ്യം ഇറ്റാച്ചിക്ക് വരുമായിരുന്നു. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. സ്വന്തം മകന്റെ മുന്നിലൊക്കെ നീ ഞങ്ങളെ ഇല്ലാണ്ടായിക്കോ അല്ലെങ്കിൽ ഞങ്ങളെ ക്ലാനെ തന്നെ നശിപ്പിച്ചോ എന്ന് പറഞ്ഞ് തല കുനിച്ചു കൊടുത്ത ഒരു അച്ഛനെയാണ് ഇറ്റാച്ചി ഒരു തവണ പോലും ഡിസ്കഷൻ പോലും ആക്കാതെ ജസ്റ്റ് ക്ലാനെ തന്നെ വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞത്. സോ ഇതിലൂടെ നിങ്ങൾ ഇറ്റാച്ചിയിലെ എന്ത് ഐക്യമാണ് കാണുന്നത്? അല്ലെങ്കിൽ ഇറ്റാച്ചി എത്രമാത്രം സ്മാർട്ട് ആണെന്നാണ് നിങ്ങൾ പറയുന്നത്? സ്വന്തം കുടുംബത്തെ പോലും അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ ദ ഗ്രേറ്റസ്റ്റ് ഷിനോബി എവർ എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ കൊട്ടിക്കൊഴിച്ച് നടക്കുന്നത്.